അതിരാവിലെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വ്രതശുദ്ധിയോടെ അമ്പലത്തിലെത്തിച്ചേർന്നു. ഞാനും മോളും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്ഥലത്ത് സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ട് കലവും മറ്റു സാധനങ്ങളും സെറ്റാക്കി ലൈറ്റ് ഗണപതിക്ക് ഒരുക്കി വെച്ച് നിലവിളക്കും എല്ലാം സെറ്റ് ചെയ്ത് അതിനുശേഷം അമ്പലത്തിനകത്ത് ഭദ്രദീപം കൊളുത്തിയപ്പോൾ ആ ദീപം പകർന്ന് നിലവിളക്കും കത്തിച്ച് കലം വെച്ച അടുപ്പിലും ദീപം കത്തിച്ചു. ശേഷം വെള്ളം ഒഴിച്ച് ചൂടായിക്കഴിഞ്ഞ് ഉണക്കലരി കഴുകിയിട്ടു. മീനഭരണി തിരുവുത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് രാവിലെ ഭാഗവത പാരായണം. അന്നപ്രസാദം വഴിപാടായി സമർപ്പിക്കുന്നത് ശ്രീമതി ശോഭന ചന്ദ്രൻ, കൃഷ്ണപ്രഭ കൈപ്പുഴ, ശ്രീമതി ലതാ സുരേഷ്, നന്ദനം ഞെട്ടൂർ. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, കളപച്ചാർത്ത്, ദീപക്കാഴ്ച, ദീപാരാധന. അരി തിളച്ച് പൊന്തി വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അരിയും തിളച്ച് തൂവി. ഗ്രാമദേവതയ്ക്ക് സർവ്വജനാചരങ്ങൾക്കും അനുഗ്രഹവർഷം ചെയ്തുകൊണ്ട് കുളനടയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഭയഭക്തി പുരസ്സരം ഭക്തജനങ്ങൾ അമ്മയ്ക്ക് അർപ്പിക്കുന്ന ശ്രേഷ്ഠമായ വഴിപാടാണ് പൊങ്കാല. ആദിത്യ ഭഗവാനെ സാക്ഷി നിർത്തി വ്രതശുദ്ധിയോടെ ഭക്തജനങ്ങൾ ഗ്രാമദേവയ്ക്ക് അർപ്പിക്കുന്ന ശ്രേഷ്ഠമായ വഴിപാടാണ് പൊങ്കാല. പൊങ്കാല നിവേദ്യം ദേവി സ്വീകരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സാധനങ്ങളും പൊങ്കാല പായസവും ഒക്കെ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അന്നദാനം ഉണ്ടായിരുന്നു, ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. അന്നദാനമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്തേക്കണേ.